ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് HTTP അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു API സീരീസ് ആണ്. അപ്പോൾ API വർക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആക്ച്വലി ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ HTTP എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ പ്രോപ്പറായിട്ട് ഒരു API നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതൊരു .NET റിലേറ്റഡ് വീഡിയോ മാത്രമല്ല, ഈ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റിലാണ് എല്ലാ ലാംഗ്വേജിലും API നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ HTTPയിൽ കുറേ പാർട്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് HTTPയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ HTTP ഒരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോളാണ്. ഇപ്പോൾ സ്റ്റേറ്റ്ലെസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലയൻറ്റിൽ നിന്ന്, ക്ലയൻറ്റ് എന്നുള്ള സെൻസ് നമ്മുടെ ബ്രൗസർ ആയിരിക്കും. നമ്മുടെ വെബിൻ്റെ കേസിൽ ഒരു ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രൗസർ ആയിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്നായിരിക്കും ഒരു റിക്വസ്റ്റ് പോകുന്നത്. ആ ഒരു റിക്വസ്റ്റ് സെർവറിൽ എത്തിക്കഴിഞ്ഞാൽ സെർവർ ഒരു റെസ്പോൺസ് കൊടുക്കും. അപ്പോൾ ആ റെസ്പോൺസ് സക്സസ് ആവാം, ഫെയിലിയർ ആവാം. അപ്പോൾ അതിനുശേഷം ഈ എന്താണ് റിക്വസ്റ്റ് സെൻഡ് ചെയ്തതെന്നും എന്താണ് റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നതും ഉള്ള ഡീറ്റെയിൽസ് ക്ലയൻറ്റോ അല്ലെങ്കിൽ സെർവറോ ഒന്നും കീപ്പ് ചെയ്ത് വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോൾ എന്ന് നമ്മൾ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലപ്പോൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഡാറ്റാബേസിലൊക്കെ ഡാറ്റ റൈറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാലും ആ ഒരു റിക്വസ്റ്റിൻ്റെ ഇൻഫർമേഷൻ ഒന്നും, ആ പർട്ടിക്കുലർ റിക്വസ്റ്റിൽ എന്താണ് സംഭവിച്ചതെന്നൊന്നും ഒരിക്കലും സെർവർ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് കണക്ഷൻലെസ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ഈ ഒരു കണക്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എപ്പോഴും കണക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഒരു ക്ലയൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ബ്രൗസറിൽ ഒരു URL നിങ്ങൾ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കണക്ഷൻ സെർവറിലേക്കുള്ള ഒരു പർട്ടിക്കുലർ URLിലേക്കുള്ള കണക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ സെർവർ അപ്പോൾ ആണെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് കിട്ടുകയും അതിനുശേഷം അത് പ്രോസസ്സ് ചെയ്ത ഔട്ട്പുട്ട് ക്ലയൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസറിലേക്ക് ആ ഒരു ഔട്ട്പുട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ APIയുടെ കേസിൽ ഇതൊരു ബ്രൗസറിലേക്കുള്ള ഔട്ട്പുട്ട് അല്ല, നമുക്ക് റെസ്പോൺസ് സാധാരണ വരുന്നത് ഒരു JSON ആയിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ സെർവർ ആ ഒരു പർട്ടിക്കുലർ കണക്ഷൻ ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത റിക്വസ്റ്റ് വരുമ്പോൾ വീണ്ടും അതൊരു പുതിയ കണക്ഷനായിട്ടായിരിക്കും ഈ ഒരു കാര്യം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ കണക്ഷൻലെസ് ആണെന്നുള്ള ഈ ഒരു മെയിൻ കാര്യം HTTP സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇത് ഇൻ്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കിനി നോക്കുന്നത് ഈ HTTP റിക്വസ്റ്റ് റെസ്പോൺസ് അതെങ്ങനെയാണ് ആ ഒരു കാര്യം വർക്ക് ചെയ്യുന്നതാണ്. ഈ ഒരു ഡയഗ്രാം വെച്ചിട്ടായിരിക്കും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൽ ക്ലയൻറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നിങ്ങളുടെ കേസിൽ ഇതൊരു ബ്രൗസർ ആകാം, അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആവാം. സെർവർ എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ ഒരു .NET സെർവറോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ബാക്ക് എൻഡ് സെർവർ ആവാം. ക്ലയൻറ്റ് ഇനീഷ്യലി ഒരു റിക്വസ്റ്റ് അയക്കുന്നു. അപ്പോൾ ഈ റിക്വസ്റ്റ് അയക്കുമ്പോൾ റിക്വസ്റ്റിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം റിക്വസ്റ്റിൽ ഫസ്റ്റ് വരുന്നത് HTTP വെർബാണ്. അപ്പോൾ ഇതിൽ ഈ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ HTTP വെർബ് പ്ലസ് ഒരു URI അല്ലെങ്കിൽ നമുക്ക് URL എന്നും പറയാം, ഒരു URLും പ്ലസ് ഒരു പേലോഡ് എന്ന് പറയുന്നത് നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്ന ഡാറ്റയാണ് നമ്മൾ പേലോഡ് എന്ന് പറയുന്നത്. പ്ലസ് കുറേ പാരാമീറ്റേഴ്സ് നമ്മൾ ഓപ്ഷണലി സെൻഡ് ചെയ്യും, പ്ലസ് ഒരു റിക്വസ്റ്റ് ഹെഡേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എക്സാക്ട്ലി എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു റിക്വസ്റ്റ് ക്ലയൻറ്റ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റേനെ വെച്ചിട്ട് സെർവറിലേക്ക് ഈ ഒരു റിക്വസ്റ്റ് വരുന്ന സമയത്ത് സെർവർ അതിനെ പ്രോസസ് ചെയ്യും. മേ ബി ഡാറ്റാബേസ് കണക്റ്റഡ് ആണെങ്കിൽ ഡാറ്റാബേസിലൊക്കെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തതിന് ശേഷം ഒരു റെസ്പോൺസ് തിരിച്ച് ക്ലയൻറ്റിന് കൊടുക്കുന്നു. അപ്പോൾ ആ കൊടുക്കുന്ന റെസ്പോൺസിൽ ഒരു HTTP സ്റ്റാറ്റസ് കോഡ് ഉണ്ടാവും, പ്ലസ് ഒരു പേലോഡ് മേ ബി ഉണ്ടാവാം, പ്ലസ് ഒരു ഹെഡേഴ്സും ഉണ്ടാവും. അപ്പോൾ ഈ 3 കാര്യങ്ങളും വെച്ചിട്ടാണ് സെർവർ ഒരു റെസ്പോൺസ് കൊടുക്കുന്നത്. ആ റെസ്പോൺസിനെ വെച്ചിട്ടായിരിക്കും ബാക്കി ക്ലയൻറ്റ് യൂസറിനെ എന്ത് കാണിക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു റെസ്പോൺസിനെ വെച്ചിട്ടായിരിക്കും. HTTP സ്റ്റാറ്റസ് കോഡ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. 200 അല്ലെങ്കിൽ 404 എന്നൊക്കെ പറയുന്ന സ്റ്റാറ്റസ് കോഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഓവറോൾ ഇതാണ് ഒരു ഫ്ലോ. എപ്പോഴും ഒരു റിക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് സെർവറിലെത്തുന്നു,
ആ ഒരു കാര്യം തിരിച്ച് ക്ലയൻറ്റിന് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നു. ഇതിൽ ഈ ഓരോ പാർട്സും എന്താണെന്നും അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വരുന്ന സ്ലൈഡ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്ന HTTP വെർബ്. എന്താണ് ഈ HTTP വെർബ് എന്ന് പറയുന്നത്? നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന HTTP വെർബ്സ് ആയിരിക്കും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഈ സ്ലൈഡിൽ കാണുന്ന പോലെ കൊടുത്തിരിക്കുന്ന ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ് എന്നുള്ള അതായിരിക്കും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ API ഡെവലപ്പ് ചെയ്യുമ്പോഴൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന HTTP വെർബ്സ് ആണിത്. ഈ HTTP വെർബിന് അനുസരിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന URL റിക്വസ്റ്റ് കിട്ടുന്ന സമയത്ത് സെർവർ ബിഹേവ് ചെയ്യുന്ന രീതി മാറുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഗെറ്റ് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഗെറ്റ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സെർവറിൽ നിന്ന് ഒരു റിസോഴ്സ് കിട്ടാനായിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഡാറ്റാബേസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഡാറ്റാബേസിലെ റീഡ് ഓപ്പറേഷൻ, ഒരു APIയിൽ നിങ്ങൾ റീഡ് ഓപ്പറേഷൻ ഡാറ്റ ഒരു ലിസ്റ്റ് ഓഫ് യൂസേഴ്സിനെ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് എന്തെങ്കിലും ഡാറ്റ നിങ്ങൾ സെർവറിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുന്നു. അങ്ങനെയൊക്കെ റീഡ് ചെയ്യുന്ന APIയിൽ എപ്പോഴും അതിൻ്റെ HTTP വെർബ് എന്ന് പറയുന്നത് ഒരു ഗെറ്റ് ടൈപ്പ് ഓഫ് HTTP വെർബ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്ക് എൻഡിൽ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും കോഡിങ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഗെറ്റ് റിക്വസ്റ്റ് എപ്പോഴും സെർവറിൽ ക്യാഷബിൾ ആണ്. അതായത് ഒരുപാട് ഡാറ്റയൊക്കെ വരുന്ന സിറ്റുവേഷൻസിലും ഒരുപാട് യൂസേഴ്സൊക്കെ വരുന്ന സിറ്റുവേഷൻസിലും നമുക്ക് സെർവറിലെ റിക്വസ്റ്റ് പലപ്പോഴും ക്യാഷ് ചെയ്ത് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നതാണ്. അപ്പം ഗെറ്റ് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ആണെങ്കിൽ നമുക്കത് ക്യാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ സെക്കൻഡ് വരുന്ന പോസ്റ്റ് ആണ്. ഇപ്പോൾ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളൊരു റിസോഴ്സ് അല്ലെങ്കിൽ ഒരു ഡാറ്റ ക്രിയേഷൻ, ഡാറ്റാബേസിലൊരു ക്രിയേഷൻ നടക്കുന്ന സമയത്താണ് പോസ്റ്റ് ടൈപ്പ് റിക്വസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പേലോഡ് അല്ലെങ്കിൽ റിക്വസ്റ്റിൻ്റെ കൂടെ അതിൻ്റെ റിക്വസ്റ്റ് ബോഡി ആയിട്ട് ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ യൂസറിൻ്റെ ഡീറ്റെയിൽസ്, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് നെയിം, ഇമെയിൽ അല്ലെങ്കിൽ അതിൻ്റെ പാസ്വേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു റിക്വസ്റ്റിന് കൂടെ സെൻഡ് ചെയ്തിട്ടായിരിക്കും ബാക്കി പ്രോസസ്സിംഗ് സെർവറിൽ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഡാറ്റാബേസിൽ ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ക്രിയേഷൻ ടൈമിലാണ് നമ്മൾ പോസ്റ്റ് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നീട് വരുന്നതാണ് പുട്ട് എന്ന് പറയുന്നത്. പുട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റിസോഴ്സ് റീപ്ലേസ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ ഇല്ലെങ്കിൽ അതൊരു പുതിയ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ചില ഫ്രെയിം വർക്ക്സിലൊക്കെ ഈ പുട്ടിന് പകരം അപ്ഡേഷൻ സമയത്ത്, ഡാറ്റ അപ്ഡേഷൻ സമയത്ത് പാച്ചും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ .NETൽ സാധാരണ പുട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു അപ്ഡേഷൻ സമയത്ത് അല്ലെങ്കിൽ ഒരു ഡാറ്റ റെക്കോർഡ് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പുതിയ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ നോർമലി പുട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഫൈനലി നമ്മൾ പറയുന്ന ഒരു വെർബ് എന്ന് പറയുന്നത് ഡിലീറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ബിക്കോസ് ഒരു റിസോഴ്സ് ഡാറ്റാബേസിൽ നിന്ന് അല്ലെങ്കിൽ സെർവറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു ഡിലീറ്റ് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് നമ്മൾ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസ്പോൺസ് ക്യാഷബിൾ അല്ല ഡിലീറ്റ് ടൈപ്പ് ഓഫ് റിക്വസ്റ്റിൻ്റെ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. പിന്നെ ഇത് കൂടാതെ നമ്മൾ അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്ത കുറച്ച് HTTP വെർബ്സ് ആണ് ഈ ഹെഡ്, കണക്ട്, ഓപ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല. കാരണം എന്താ വെച്ചാൽ അത് അത്ര കോമൺലി യൂസ്ഡ് അല്ല. ബട്ട് ഇങ്ങനത്തെ കുറച്ച് HTTP വെർബ്സും ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പിന്നെ അടുത്ത വരും നമ്മളിപ്പോൾ ഈ പറഞ്ഞ HTTP സ്റ്റാറ്റസ് കോഡിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഓരോ സ്റ്റാറ്റസ് കോഡും എന്താണെന്നും അതിൻ്റെ മീനിങ് എന്താണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളിൽ കൂടുതലായിട്ടും കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റാറ്റസ് കോഡ്സ് മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ബട്ട് നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാറ്റസ് കോഡ്സും അതിൻ്റെ മീനിങ്സും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ 1XX കൊടുത്തിരിക്കുന്നത് ബേസിക്കലി 100 അല്ലെങ്കിൽ 101 അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാറ്റസ് കോഡ്. അപ്പോൾ അത് നോർമലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സ്റ്റാറ്റസ് കോഡാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് ഈ ഒരു സ്റ്റാറ്റസ് കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റാറ്റസ് കോഡ് പൊതുവെ സെൻഡ് ചെയ്യുന്നത് സെർവറാണ്. ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് പ്രോസസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ആയിട്ടാണ് സെർവർ ക്ലയൻറ്റിന് ഈ ഒരു സ്റ്റാറ്റസ് കോഡ് കൊടുക്കുന്നത്. ഈ സ്റ്റാറ്റസ് കോഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്ലയൻറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഒരു ബ്രൗസറിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ അത് ഒരു എറർ ആണോ അല്ലെങ്കിൽ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണോ നടന്നത് എന്നുള്ളത് ക്ലയൻറ്റ് കാണിക്കുന്നത് ഈ HTTP സ്റ്റാറ്റസ് കോഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് ഈ 200 OK എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നിങ്ങളൊരു പേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ
ആ ഒരു പേജ് പ്രോപ്പറായിട്ട് ലോഡായി കഴിഞ്ഞാൽ സെർവർ സെൻഡ് ചെയ്യുന്ന സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത് എപ്പോഴും 200 ഓക്കെ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ 201 എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റഡ് ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു സ്റ്റാറ്റസ് കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 200 എല്ലാം ഒരു സക്സസ് വരുന്ന സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 200 സീരീസിൽ ഇപ്പോൾ ഈ 201 പോലെ ഒരുപാട് സ്റ്റാറ്റസ് കോഡ്സ് ഉണ്ട്. പക്ഷേ 200 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം പൊതുവെ ഒരു സക്സസ് ഓപ്പറേഷൻസ് ആയിരിക്കും നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 300 സീരീസിൽ വരുന്ന സ്റ്റാറ്റസ് കോഡ്സ് എന്ന് പറയുന്നത് റീഡയറക്ഷൻസ് നടക്കുന്നു. ഇപ്പോൾ ഒരു റിക്വസ്റ്റ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ചില വെബ്സൈറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു സൈറ്റ് എടുക്കുന്ന സമയത്ത് ആ സൈറ്റ് ലോഡാവാതെ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ വേറൊരു സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിലൊക്കെയാണ് ഈ 300 സീരീസിലുള്ള സ്റ്റാറ്റസ് കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള മറ്റൊരു സ്റ്റാറ്റസ് കോഡാണ് 400 സീരീസിൽ വരുന്നത്. അതിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും 404 എന്നൊക്കെ ഉള്ളത്. നോർമലി നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പല സൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. അതായത് ആ ഒരു പർട്ടിക്കുലർ URL എടുക്കുന്ന സമയത്ത് നമുക്ക് അത് സെർവറിൽ അവൈലബിൾ അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നതാണ് ഈ 404 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 422 എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഇൻപുട്ട് കറക്റ്റ് അല്ലെങ്കിൽ ഒരു ഫോമൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ API നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ഡാറ്റയുടെ ഫോർമാറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ സെർവറിൽ 422 എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റാറ്റസ് ആണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 400 സീരീസിലെ ഒരു എറർ കോഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് സെർവറിൻ്റെ സൈറ്റിൽ നിന്ന് യാതൊരു ഇഷ്യൂ ഇല്ല. സെർവറിലെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്. നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡാറ്റയിലോ അല്ലെങ്കിൽ URL നമ്മൾ സബ്മിറ്റ് ചെയ്ത എന്തോ ഡാറ്റ അല്ലെങ്കിൽ URL ആണ് ഇഷ്യൂ. അപ്പോൾ അത് ക്ലയൻറ്റ് സൈഡിൽ നിന്ന് ഫിക്സ് ചെയ്യേണ്ട എററാണ്. സെർവറിന് ഒരിക്കലും ആ എറർ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ 400 സീരീസ് എററിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. അപ്പോൾ അതുപോലെ തന്നെ 500 സീരീസിൽ വരുന്നതാണ് സെർവർ സൈഡ് എറേഴ്സ്. അതായത് സെർവറിൽ എന്തെങ്കിലും ക്രാഷ് ആയി അല്ലെങ്കിൽ ഡാറ്റാബേസിൽ ചില സമയത്ത് എക്സെപ്ഷൻസ് അടിച്ചു. അപ്പോൾ അങ്ങനെ വരുന്ന എറേഴ്സാണ് 500 സീരീസിൽ വരുന്നത്. അപ്പോൾ ഈ 500 ഇന്റേണൽ സെർവർ എറർ എന്നൊക്കെ പറയുന്നത് റിക്വസ്റ്റ് സെൻഡ് ആയി ബട്ട് സെർവറിൽ എന്തോ എറർ അടിച്ചത് ഫെയിലായി. മേ ബി ഡാറ്റാബേസിലൊക്കെ എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഫെയിൽഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയൽ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫെയിലായി, അങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ട് ഫെയിലായാലൊക്കെ ഈ ഒരു 500 സീരീസിൽ എറർ വരാം. അപ്പോൾ ഇതിൽ 500 എന്ന് പറയുന്ന ഒരു എറർ മാത്രമല്ല 501, 503 അങ്ങനെ കുറേ എറേഴ്സും ഉണ്ട്. അപ്പോൾ ഓരോ എറേഴ്സിനും ആക്ച്വലി ഓരോ മീനിങ്ങും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷനിലും ബാക്ക് എൻഡിൽ കോഡ് ചെയ്യുന്ന സമയത്ത് ഓരോ സിറ്റുവേഷനിലും അതിന് റിലവൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് കോഡ് വേണം ബാക്ക് എൻഡിൽ നിന്ന് സെൻഡ് ചെയ്യാൻ. ഈ എറർ കോഡ്സ് എല്ലാം ജനറേറ്റ് ആവുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ആവുന്നത് ബാക്ക് എൻഡ് ആപ്ലിക്കേഷനിലാണ്. ക്ലയൻറ്റിന് ജസ്റ്റ് അത് റീഡ് ചെയ്യാം അല്ലെങ്കിൽ റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് ആയിട്ട് വരുന്ന സമയത്ത് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ക്ലയൻറ്റിന് ഒരിക്കലും ഒരു HTTP സ്റ്റാറ്റസ് കോഡ് സെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സാധിക്കില്ല. ഇതെപ്പോഴും റെസ്പോൺസിൻ്റെ കൂടെ റെസ്പോൺസിൻ്റെ സ്റ്റാറ്റസ് ആയിട്ടാണ് ഈ ഒരു സ്റ്റാറ്റസ് കോഡ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞതാണ് ഈ ഓരോ സ്റ്റാറ്റസ് കോഡും ഏത് HTTP വെർബുമായിട്ട് അസോസിയേറ്റഡ് ആണെന്നുള്ളതാണ്. കാര്യം നമുക്ക് എല്ലാ സ്റ്റാറ്റസ് കോഡും എല്ലാ വെർബിലും യൂസ് ചെയ്യാൻ പോസിബിൾ അല്ല. ഇപ്പോൾ ഓരോ സ്റ്റാറ്റസ് കോഡിനും ഓരോ പർട്ടിക്കുലർ വെർബ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ 200 എന്ന് പറയുന്നത് നമുക്ക് ഗെറ്റ് റിക്വസ്റ്റിനും അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്ന റിക്വസ്റ്റിനും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ 201 നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പോസ്റ്റിൻ്റെ കൂടെയാണ്. ബിക്കോസ് ഒരു റിസോഴ്സ് ഡാറ്റാബേസിൽ ക്രിയേറ്റ് ആയ സമയത്താണ് അത് ക്രിയേഷൻ നമുക്കറിയാം. ക്രിയേഷൻ എപ്പോഴും നടക്കുന്നത് പോസ്റ്റ് റിക്വസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ആ പോസ്റ്റിൻ്റെ ക്രിയേഷൻ നടക്കുമ്പോൾ റെസ്പോൺസ് ആയിട്ട് നമ്മൾ സാധാരണ 200 അല്ല സെൻഡ് ചെയ്യുക. ഇപ്പോൾ 201 ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുക. ബിക്കോസ് പോസ്റ്റ് എപ്പോഴും ക്രിയേഷനാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ക്രിയേഷൻ പ്ലസ് പോസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ വരുന്ന സമയത്ത് സ്റ്റാറ്റസ് കോഡ് 201 ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ചില സ്റ്റാറ്റസ് കോഡിന് നമുക്ക് എല്ലാ വെർബ്സിൻ്റെയും കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് 401 എന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങൾക്കൊരു യൂസറിന് ആക്സസ് ഇല്ലാത്ത ഒരു URL എടുക്കാൻ നോക്കി അല്ലെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാത്ത ഒരു URL എടുക്കാൻ നോക്കി. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് 401 ആയിരിക്കും അവിടെ വരുന്ന സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് വെർബ് യൂസ് ചെയ്താലും അത് അൺഓതറൈസ്ഡ് 401 എന്ന് തന്നെയായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റാറ്റസ് കോഡും അതിൻ്റെ വെർബ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റാറ്റസ് കോഡ്സും വെർബ്സും ഉണ്ട്. ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാര്യം അത് യൂഷ്വലി നിങ്ങൾ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് സമയത്ത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന കുറേ സ്റ്റാറ്റസ് കോഡ്സ് ആണ്. അപ്പോൾ അല്ലാത്തത് നമുക്ക് റെഫർ ചെയ്തെപ്പോഴും നമുക്ക് കോഡ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് നമ്മൾ HTTP ആദ്യം പറഞ്ഞ ഡയഗ്രത്തിലുള്ള കാര്യമാണ് ഹെഡേഴ്സ്. ഹെഡേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മെറ്റാഡാറ്റയാണ്. നമ്മളൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് റിക്വസ്റ്റിന് ഹെഡറുണ്ട്, ബോഡിയും ഉണ്ട്. അപ്പോൾ ആ ഹെഡർ അതിൽ
ബോഡിയിലായിരിക്കും നമ്മൾ ആക്ച്വൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഹെഡറിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് മെറ്റാ ഡാറ്റ. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യാഷെ കൺട്രോൾ, അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ ഹോസ്റ്റ്, നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആക്സെപ്റ്റിൽ കൊടുത്തിരിക്കുന്നത് application/json എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു JSON ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റയാണ് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് സെർവറിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ യൂസർ ഏജന്റ് എന്ന് പറയുന്നത് ബ്രൗസറിന്റെ ഇൻഫർമേഷൻ ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലയന്റ് സൈഡ് ഒരു റിക്വസ്റ്റ് വിടുന്ന സമയത്ത് റിക്വസ്റ്റ് ഹെഡറിൽ യൂസർ ഏജന്റ്, നിങ്ങൾ ക്രോമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യൂസർ ഏജന്റ് എപ്പോഴും ക്രോം എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ സെർവറിന് അത് റീഡ് ചെയ്യാൻ പറ്റും ഏത് ബ്രൗസറിൽ നിന്നാണ് റിക്വസ്റ്റ് വന്നേ എന്നറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നത് ചില കേസിൽ ബ്രൗസർ ഡിപ്പെൻഡൻ്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ബാക്ക് എൻഡിൽ എന്തെങ്കിലും ചേഞ്ച് വരും, കോഡിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും. അപ്പോൾ അങ്ങനെ ബ്രൗസർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ ഹെഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെഡറാണ് ഓത്തറൈസേഷൻ. ഈ ഓത്തറൈസേഷൻ നിങ്ങൾ API ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഓത്തൻറ്റിക്കേഷൻ പർപ്പസിലാണ് നമ്മൾ ഈ ഒരു ഓത്തറൈസേഷൻ ഹെഡർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സെർവർ ഈ ഓത്തറൈസേഷൻ ഹെഡറിൽ വരുന്ന അതിൻ്റെ വാല്യൂ റീഡ് ചെയ്തിട്ട് ആദ്യമേ ആ ഒരു കാര്യം വാലിഡ് ആയിട്ടുള്ള ഒരു ടോക്കൺ ആണോ വന്നതെന്ന് നോക്കിയിട്ടാണ് റിക്വസ്റ്റ് ബാക്കി പ്രൊസീഡ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു മെറ്റാഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ റിക്വസ്റ്റിന് പോലെ തന്നെ നമുക്ക് റെസ്പോൺസിനും ഹെഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലും നമുക്ക് ക്യാഷെ കൺട്രോൾ ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് എക്സ്പയറി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫയൽ ഒരു സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെങ്കിലൊക്കെ ചില സമയത്ത് അതിന് എക്സ്പയറി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സമയത്ത് ആ ലിങ്ക് ജനറേറ്റ് ആവുന്ന സമയത്തൊക്കെ ആ സൈറ്റിൽ അതിൻ്റെ റെസ്പോൺസിൽ എക്സ്പയറി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ എക്സ്പയറി എപ്പോഴാണെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ബ്രൗസറിന് ക്യാഷിങ് സെറ്റ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ ഹെഡേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മെയിൻ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ URI അല്ലെങ്കിൽ URL എന്നുള്ളതാണ്. അപ്പോൾ ഈ URI വേഴ്സസ് URL അതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ടേമാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു HTTP റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് സ്കീമാണ്, അത് കഴിഞ്ഞ് :/ കഴിഞ്ഞൊരു അതോറിറ്റി വരും, അത് കഴിഞ്ഞ് ആണ് URLൻ്റെ പാത്ത് വരുന്നത്, അത് കഴിഞ്ഞ് ക്വറി പാരാമീറ്റേഴ്സ് വരും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് google.com/search and query parameter എന്ന് പറയുന്നത് ഹലോ. ഇതൊക്കെ നമ്മൾ API ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫുള്ളി ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും അത്ര പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഇതിൽ ഈ അതോറിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിലാണ് അതോറിറ്റിയുടെ സ്ട്രക്ചർ വരുന്നത്. userinfo@host:_port. അപ്പോൾ ഈ host:_port നിങ്ങൾ ലോക്കലി ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നുണ്ടാവും. കാരണം നമ്മൾ .NET കുറേ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഈ പോർട്ടൊക്കെ കൊടുത്തിട്ടാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി ഒരു ഡൊമൈൻ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ google.com അല്ലെങ്കിൽ ഇങ്ങനെ ഒരു URL നോർമലി ഇൻ്റർനെറ്റിൽ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോർട്ട് നമ്പർ ഒന്നും കൊടുക്കാത്തത്. അപ്പോൾ ഈ ഒരു അതോറിറ്റിയിൽ ആക്ച്വലി ഹോസ്റ്റ് അല്ലെങ്കിൽ google.com എന്ന് പറയുന്ന പാർട്ട് മാത്രമേ ആക്ച്വലി URL നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ URIയും URLും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ URL എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനെറ്റിലൊരു പർട്ടിക്കുലർ റിസോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ URL യൂസ് ചെയ്യുന്നത്. അതെപ്പോഴും ഇൻ്റർനെറ്റിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം. അത് എപ്പോഴും ഇൻ്റർനെറ്റിലെ ഒരു ലിങ്ക് ആയിരിക്കും URL എന്ന് പറയുന്നത്. പക്ഷേ URI എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല. URI എന്ന് പറയുന്നത് നമ്മൾ സാധാരണ XML ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു റിസോഴ്സ് ലിങ്ക് ചെയ്യാനായിട്ട് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു XML ഒരു ഇമേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം റെഫർ ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ URI ആയിട്ട് ഒരു പാത്ത് പോലെയൊക്കെ ആയിട്ട് നമുക്ക് ചിലപ്പോൾ URI കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ URLൻ്റെ കേസിൽ അതെപ്പോഴും ഒരു ഫുള്ളി ക്വാളിഫൈഡ് ഒരു ഡൊമൈൻ നെയിമൊക്കെ ഉള്ള ഒരു പാത്തായിരിക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന URIയും അല്ലെങ്കിൽ URLും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ പാർട്സും നമ്മൾ ഇനീഷ്യലി കാണിച്ച ഡയഗ്രത്തിൻ്റെ ഓരോരോ പാർട്സാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ടോട്ടലി ബിൽഡപ്പ് ആയിട്ടാണ് ആക്ച്വലി ഈ HTTP വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ റിക്വസ്റ്റ് റെസ്പോൺസ് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ആ റിക്വസ്റ്റ് റെസ്പോൺസ് കാര്യം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിളാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ സ്റ്റാക്ക് ഓവർഫ്ലോ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെബ് ഇൻസ്പെക്ടർ
നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പേജ് നമ്മൾ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നിരിക്കുന്ന കുറച്ച് റിക്വസ്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ റിക്വസ്റ്റ് എന്തിനാണെന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവില്ല, കാരണം ഇത് സ്റ്റാക്ക് ഓവർഫ്ലോ സെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിലേതെങ്കിലും ഒരു റിക്വസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ റിക്വസ്റ്റിൽ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് URL എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ റിക്വസ്റ്റ് URL ആണ് നമ്മുടെ ഇനീഷ്യലി ഡയഗ്രത്തിൽ പറഞ്ഞ ആ ഒരു URL എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഏത് റിക്വസ്റ്റിന് നോക്കിയാലും എല്ലാത്തിനും ഒരു റിക്വസ്റ്റ് URL ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നമ്മൾ അജാക്സ് റിക്വസ്റ്റിൻ്റെ ടാബാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റിക്വസ്റ്റ് മെത്തേഡ്, നമ്മളിപ്പോൾ പറഞ്ഞ HTTP വെർബാണ് ഈ ഒരു റിക്വസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാറ്റസ് കോഡ്, ഇവിടെ സ്റ്റാറ്റസ് കോഡ് നമ്മൾ പറഞ്ഞ HTTP സ്റ്റാറ്റസ് കോഡ് 200 OK എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് കോഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഇത് ക്യാഷ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഡിസ്കാഷ് എന്ന് പറയുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ജനറലി വന്നിരിക്കുന്ന കാര്യങ്ങളും ഇവിടെ റെസ്പോൺസ് ഹെഡേഴ്സ് നമ്മൾ പറഞ്ഞു. ഹെഡേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, റിക്വസ്റ്റ് ഹെഡേഴ്സും റെസ്പോൺസ് ഹെഡേഴ്സും. അപ്പോൾ ഈ വന്നിരിക്കുന്ന ഹെഡേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. റെസ്പോൺസിൽ വന്നിരിക്കുന്ന ഹെഡേഴ്സ് ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ റിക്വസ്റ്റിലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റിക്വസ്റ്റിൻ്റെ ഹെഡേഴ്സും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഒരു HTTP റിക്വസ്റ്റും ഒരു HTTP റെസ്പോൺസും. ഈ സെയിം തിങ്, എക്സാക്ട് സെയിം തിങ് നമുക്ക് നമ്മുടെ ഈ ഒരു സാമ്പിൾ API, നമ്മൾ .NET കോറിലെ ഒരു സാമ്പിൾ API നിന്നും നമ്മൾ എക്സാക്ട് സെയിം ഡാറ്റ ലോക്കലി ജനറേറ്റ് ആയിരിക്കുന്ന ഡാറ്റ ഇപ്പോൾ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്വാഗർ പേജ്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ട് ഒരു സ്വാഗർ പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിലൊരു സാമ്പിൾ API നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു കോഡിനെ പറ്റിയൊക്കെ ഇപ്പോൾ പറയേണ്ട, നമ്മൾ ഈ ഒരു കാര്യം കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മളൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്തു. ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് വന്നേക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് 201 ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സെൻഡ് ചെയ്തത് ഒരു പോസ്റ്റ് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ ഡയഗ്രത്തിൽ കണ്ടത് തന്നെ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്രിയേഷൻ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റെസ്പോൺസിൽ വരുന്ന സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത് 201 ആണ്. ഇത് റെസ്പോൺസിൻ്റെ ബോഡിയാണ്. അതുപോലെ തന്നെ റെസ്പോൺസിൻ്റെ ഹെഡേഴ്സും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഈ എക്സാക്ട് നമ്മളിപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോ എക്സാമ്പിൾ കാണിച്ച അതേപോലെ തന്നെ ഹെഡേഴ്സിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഹെഡേഴ്സ് ആക്ച്വലി വന്നിട്ടുണ്ട്. റെസ്പോൺസിൽ പേലോഡ് അല്ലെങ്കിൽ ബോഡി എന്ന് നമ്മൾ പറയും, റെസ്പോൺസിൽ ബോഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിക്വസ്റ്റ് പോയ സമയത്തും ഈ പോയിരിക്കുന്ന ഹെഡേഴ്സ് ആണ്. ഇവിടെ -H എന്ന് പറയുന്ന ഓപ്ഷൻ ഹെഡേഴ്സ് ആണ്. ആക്ച്വലി ഈ കേൾ എന്ന് പറയുന്നത് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് വഴി റിക്വസ്റ്റ് സെൻഡ് ചെയ്യാനുള്ള ഒരു ടൂളാണ് കേൾ എന്ന് പറയുന്നത്. ഈ കേൾ കമാൻഡ് അവൈലബിൾ ആണെങ്കിലും നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ നിന്ന് ഈ ഒരു കാര്യം സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ പോയിരിക്കുന്ന ഈ ഹെഡർ എന്ന് പറയുന്നത്, ഇതിൽ പാസ് ചെയ്യുന്ന ഹെഡറും ഈ D എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ റിക്വസ്റ്റ് ബോഡിയാണ്. ഈ റിക്വസ്റ്റ് ബോഡി ത്രൂ ആണ് ഡാറ്റ സെർവറിലേക്ക് സെൻഡ് ചെയ്ത് ഡാറ്റ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ക്രിയേറ്റ് ആയിരിക്കുന്ന ഡാറ്റ നമുക്ക് നേരത്തെ പറഞ്ഞു ഗെറ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഗെറ്റ് റിക്വസ്റ്റിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിയേറ്റ് ആയിരിക്കുന്ന ഡാറ്റ റെസ്പോൺസ് ബോഡിയിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് HTTP വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് കോഡ്, റെസ്പോൺസ് ബോഡി, റെസ്പോൺസ് ഹെഡേഴ്സ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ഹെഡർ, റിക്വസ്റ്റ് ബോഡി എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ക്വറി പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഫർദർ വീഡിയോ എന്ന സമയത്ത് അതിന് ആക്ച്വൽ കോഡ് വെച്ചിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.